കന്നുകാലികൾക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കമായി. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതി, കുളമ്പുരോഗ നിയന്ത്രണ പദ്ധതിയുടെ 5ാം ഘട്ടം, ചർമ്മ മുഴരോഗ പ്രതിരോധ കുത്തിവയ്പ് 2ാം ഘട്ടം, ജില്ലാതല ഉദ്ഘാടനം എന്നിവയാണ് ജില്ലാ വെറ്റിനറി കേന്ദ്രം ഹാളിൽ നടന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു. സമയബന്ധിതമായി അവർക്ക് നഷ്ടപരിഹാര തുക എത്തിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മുടെ വകുപ്പ് വളരെ ഭംഗിയായി അതിലിടപെട്ട് വലിയ ആശ്വാസമായി കർഷകർക്ക് മാറിയിട്ടുണ്ട്. അതിന് നേതൃത്വം കൊടുത്ത വലിയ മനുഷ്യർക്ക് മാത്രമല്ല, മൃഗങ്ങൾക്കും അതിൻ്റെതായ രീതിയിലുള്ള അസുഖങ്ങൾ, പ്രശ്നങ്ങളൊക്കെ വരും. അതിനാവശ്യമായിട്ടുള്ള പ്രതിരോധ മരുന്നുകൾ, കുത്തിവെപ്പുകൾ കർഷകർക്ക് നൽകാൻ വേണ്ടി സാധിക്കുന്ന ഒട്ടേറെ ആശ്വാസകരമായിട്ടുള്ള നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ എല്ലാം കൃത്യമായി നമ്മൾ നൽകേണ്ടതാണ്. ഇപ്പോൾ ഈ പശുക്കളെ ഉൾപ്പെടെ വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നിലവിലുള്ള നിയമത്തിൽ ഒട്ടേറെ ഭേദഗതി സർക്കാർ കൊണ്ടുവന്നു എന്നുള്ളത് വലിയ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. ചെറിയ രീതിയിൽ ഒരു 10 പശുവിനെയൊക്കെ വളർത്തുന്ന ആളുകൾക്ക് ഇനി ലൈസൻസ് ആവശ്യമില്ല എന്നുള്ളത് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. പലപ്പോഴും ഈ മൃഗങ്ങളെ വളർത്തുന്ന കർഷകര് പലയിടത്തും നേരിടുന്ന പ്രശ്നം ലൈസൻസ് ഇതുപോലെയുള്ള കാര്യങ്ങൾ വന്നാൽ ഒട്ടേറെ നൂലാമാലകളിൽ കുടുങ്ങി ആ പദ്ധതി തന്നെ ഉപേക്ഷിക്കേണ്ട ഒരു ഘട്ടമുണ്ട്. പക്ഷെ അവിടെയാണ് സർക്കാർ കുറച്ചുകൂടി ആളുകളെ ഇപ്പൊ കന്നുകാലി വളർത്തൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി, ഇപ്പൊ കോഴി വളർത്തൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായി ഇത്തരമൊരു നിയമം തന്നെ കൊണ്ടുവന്നുകൊണ്ട് കൂടുതൽ ആളുകളെ സംരംഭകരാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നല്ല രീതിയിൽ നിയമം തന്നെ ഭേദഗതി ചെയ്തുകൊണ്ട് നമ്മളെ സഹായിക്കാൻ വേണ്ടി വന്നിരിക്കും. ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ വി പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. ഓഗസ്റ്റ് 5 മുതൽ സെപ്റ്റംബർ 13 വരെയാണ് വീടുകളിലെത്തി കന്നുകാലികൾക്ക് വാക്സിനേഷൻ നൽകുന്നത്. ചടങ്ങിൽ വെച്ച് ജന്തുരോഗ നിയന്ത്രണ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ KS ജയശ്രീ പദ്ധതിയെക്കുറിച്ചുള്ള വിശദീകരണം നടത്തി. കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളയാവൂർ, ചീഫ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ ബിജോയ് വർഗീസ്, ഡെപ്യൂട്ടി ഡയറക്ടർമാരായ ഡോക്ടർ EK പ്രീത, ഡോക്ടർ K ഷൈനി, അസിസ്റ്റന്റ് പ്രൊജക്ട് ഓഫീസർ ഡോക്ടർ PT സന്തോഷ് കുമാർ, ഡോക്ടർ ആരമ്യ തോമസ് എന്നിവർ സംസാരിച്ചു. കുത്തിവയ്പ്പിനെ തുടർന്ന് കന്നുകാലികൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ കർഷകർക്ക് സർക്കാർ നഷ്ടപരിഹാരം നൽകും.